നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തൃപ്തിയായല്ലോ നിങ്ങൾക്ക്? അസുഖം വന്ന് ഒരുത്തിയെ ഈ വീട്ടിലിട്ട് ചികിത്സിച്ചോണ്ടിരുന്നപ്പോ ഞാൻ നിങ്ങളോട് 1000 പ്രാവശ്യം പറഞ്ഞു അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകരൂന്ന്. അപ്പോ അച്ഛനും മകനും വാശി കാണിച്ചു. ഇപ്പോതാ ഒരാള് വീണു. ഇനിയിപ്പോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും വരില്ലേ? പത്മ, ഇക്കാര്യത്തിൽ ബഹളം വയ്ക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? പകർച്ചവ്യാധിയാണ്, അത് പകർന്നു. ഇനി അതിനെ എങ്ങനെ പരിചരിക്കാന്നാ നമ്മൾ നോക്കേണ്ടത്. മരുമോളെ കുറ്റപ്പെടുത്തിയപ്പോ അങ്ങ് പിടിച്ചില്ല. ഇക്കാര്യത്തിൽ നന്ദിനി എന്ത് തെറ്റാ ചെയ്തത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഡാഡി വെറുതെ ഞങ്ങളുടെ മുൻപിൽ മായം കളിക്കണ്ട. ഇപ്പൊ വേദയ്ക്ക് അസുഖം വന്നതിന് അവളല്ലാതെ വേറെ ആരാ കാരണം? ഇനി ഞങ്ങളൊക്കെ ഇതേ കിടപ്പ് കിടക്കേണ്ടി വരില്ലേ? ഇന്ദ്രജെ, നീ കൂടുതൽ അടുത്തേക്കൊന്നും പോവല്ലേ. ഇങ്ങോട്ട് മാറിക്ക്, ഇങ്ങോട്ട് വാ. പത്മ, ഡോക്ടറെ വിളിക്കാം. നന്ദിനിക്ക് ചെയ്തതുപോലെ. അയ്യോ, നന്ദിനിക്ക് ചെയ്തതുപോലെ എന്ത് കാര്യം നടന്നാലും അതിന്റെ മുകളിലായിരിക്കും ആ വേലക്കാരുടെ പേര്. അടിച്ചിറക്കാൻ നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ എന്റെ മോൾ ഇങ്ങനെ കിടപ്പിലാവില്ലായിരുന്നു. നേരെ മറിച്ചാ ഞാൻ ചിന്തിക്കുന്നത്. ഇത്തരം ഒരവസ്ഥയിൽ പോലും നന്ദിനിയെ കുറ്റപ്പെടുത്താൻ മാത്രം നിങ്ങളെല്ലാവരും നാവ് ഉയർത്തുന്നുണ്ടല്ലോ. അല്ലാതെ ഈ കിടക്കുന്ന നമ്മുടെ മോൾക്ക് വേദനിക്കുന്നുണ്ടോ, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചോ നിങ്ങൾ വല്ലവരും? കുറ്റം പറയാൻ മമ്മിയെക്കാളും മിടുക്കുണ്ടായിരുന്നല്ലോ നിനക്ക്. കൂടപ്പറപ്പല്ലേ? എന്നിട്ട് നീയോ അവനും കൂടി മാറി നിൽക്കാനല്ലേ തീരുമാനിച്ചത്? അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? അവളുടെ അടുത്ത് നിന്ന് അവളെ കെട്ടിപ്പിടിച്ചിരിക്കണോ? എന്നിട്ട് ഞങ്ങൾക്കും കൂടി അസുഖം വാങ്ങിച്ചു വെക്കണോ? എന്താ അച്ഛാ, എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? എടാ, വേദയ്ക്ക് ചിക്കൻ ബോക്സാ. വേദേ മോളെ, വേദേ, ആർക്കാ? ഒരു മിനിറ്റ് അച്ഛാ. ഹലോ, ആ കിങ്സ് റെസ്റ്റോറന്റ് അല്ലേ? ആ ഒരു 10 മട്ടൻ ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ വേണം. പിന്നെ ഷവർമ റോളും വേണം. പ്ലേറ്റ് വേണ്ട. പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ. എടാ, നീ ഇതെന്താ കാണിക്കുന്നത്? ഇങ്ങനെയല്ല അച്ഛാ കാണിക്കേണ്ടത്. എന്റെ നന്ദിനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോ അച്ഛൻ ഇവരോടൊക്കെ കെഞ്ചിയതല്ലേ വീട്ടിൽ നോൺ വെജ് ഉപയോഗിക്കരുതെന്ന്. അപ്പൊ ഇവര് കാണിച്ചതെന്താ? എല്ലാം കൂടെ ചിക്കനും മട്ടനും എല്ലാം അങ്ങ് വാരി വലിച്ച് തിന്നു. ഇപ്പോഴും തിന്നട്ടെ. നന്ദിനിക്ക് വന്നത് മാത്രം ആഘോഷ പോരല്ലോ അച്ഛാ, വേദയ്ക്ക് വന്നതും ആഘോഷിക്കട്ടെ. ഡാടാ, സ്വന്തം അനുജത്തിയാണ് കിടക്കുന്നത് കേട്ടാ. അയ്യോ, ഇപ്പൊ പൊള്ളുന്നുണ്ടല്ലേ? പക്ഷേ എനിക്കൊന്നും തോന്നുന്നില്ല. ഈ കിടക്കുന്ന അവളുണ്ടല്ലോ, അവള് കാണിച്ച ധിക്കാരത്തിനെ അതിലുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും അന്ന് ഈ അസുഖത്തിന് പേടിയുണ്ടായിരുന്നോ? ഇനി നിങ്ങളിൽ ആർക്കെങ്കിലാണ് ഈ അസുഖം വരുന്നതെങ്കിൽ എന്താവും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നന്ദിനിയുടെ അസുഖം കൂടണം. പറ്റുമെങ്കിൽ അവൾ ആ കിടപ്പിൽ കിടന്നങ്ങ് ചാവണമെന്ന് ചിന്തിച്ചു. സൂര്യ, വേണ്ട. അച്ഛാ, പറയേണ്ടത് പറയേണ്ട സമയത്ത് മുഖത്ത് നോക്കി അങ്ങ് പറയണം. ഇവര് കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിന്റെ ഫലമാണ് ഇപ്പൊ ഇവരിവിടെ കിടന്ന് അനുഭവിക്കുന്നത്.
എന്തിന്? ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് നന്ദിനി ആരതി എടുത്ത് മുന്നിലേക്ക് ചെന്നല്ലോ. അപ്പൊ എന്താ ചെയ്തത്? അത് ദൈവനിഷേധമല്ലേ? ദൈവനിഷേധത്തിന്റെ കൂലി വേണ്ടേ? ആ കൂലിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്താളിയാ അതിന് ചിക്കനും മട്ടനും ഒക്കെ കടിച്ചു വിളിക്കണ്ടേ? ഷവർമ വേണ്ടേ? ഷവർമ ഇഷ്ടമല്ലേ ചേച്ചിക്ക്? എങ്ങനെയാ ഇന്നത്തെ മെനു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങ് ഓർഡർ ചെയ്യാറുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, ഇതാണ് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുക എന്ന് പറയുന്നത്. നിങ്ങൾ വിഷം നിറച്ച് പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങളെ തിരിഞ്ഞു കൊത്താതിരിക്കില്ല. ഇതല്ല ഇനി ബാക്കിയുള്ളവർ കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ കാണും. സൂര്യ, ഞാൻ ഇതിൽ ഇടപെടുന്നതേ ഇല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നാ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത് എന്റെ 2 കാതിൽ ദേ ഇങ്ങനെ കിടന്ന് മുഴങ്ങുന്നുണ്ട്. നോക്കട്ടെ പാളിയ ചിക്കൻ ഫ്രൈ പറയട്ടെ കടിച്ചു വലിക്കാൻ. ഇപ്പൊ പറയാമേ. കഷ്ടം. കൂട്ടത്തിൽ ഒരെണ്ണത്തിന് അസുഖം വന്നപ്പോ അവനത് ആഘോഷിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളിങ്ങനെ തലയാട്ടി നിൽക്കാതെ എന്തെങ്കിലും തിരിച്ചൊന്ന് പറഞ്ഞോ അവനോട്. അവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തായിരുന്നു ഞാൻ തിരിച്ചു പറയേണ്ടിയിരുന്നത്? അവൻ പറയുന്ന ഓരോ വാക്കിനും ഇരട്ടി മറുപടി പറയുന്ന ശീലം ഉണ്ടല്ലോ തനിക്ക്. താനെന്താ വായടച്ചു നിന്നത്? കാരണം അവൻ പറഞ്ഞതിൽ സത്യമുണ്ട്. ഇത് ദൈവനിഷേധത്തിനുള്ള കൂലി തന്നെയാ. നന്ദിനിക്കൊരു അസുഖം വന്ന് വീണപ്പോ ഒരു ക്ഷേത്രമുറ്റത്ത് ചെന്നിരുന്ന് അവൾക്ക് വേണ്ടി പിച്ചെടുക്കാനുള്ള മനസ്സ് സൂര്യ കാണിച്ചു. നിങ്ങളിൽ ആർക്കാ അങ്ങനെ ഒരു മനസ്സുള്ളത്? പറ, നിങ്ങളിൽ ആരാ വേദയെ പരിചരിക്കാൻ പോകുന്നത്? നന്ദിനി, നന്ദിനി, നന്ദിനി ഇതെവിടെ പോയി? നന്ദിനി, 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 താൻ ഈ കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? കർമ്മം എന്ന് കേട്ടിട്ടുണ്ട്. എന്താ സർ? ഓ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ. നന്ദിനി, ഈ കർമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉദാഹരണത്തിന് ഞാൻ തന്നെ നിഷേധിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു, എന്നിട്ട് ആ നിഷേധത്തിന് കൂലിയായി എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നു.